ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب وأزواج وأتباع سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال سبعة يظلهم الله في ظله يوم لا ظل إلا ظله الإمام عادل والشاب نشأ في عبادة ربه ورجل قلبه معلق بالمساجد ورجلان تحابا في الله اجتمعا عليه وتفرقا عليه ورجل طلبته امرأته ذات منصب وجمال فقال إني أخاف الله. ورجل تصدق أخفى حتى
لا تعلم شماله ما تنفق يمينه ورجل ذكر الله خاليا وفاضت عيناه لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات والأرض ورب العرش الكريم لا إله إلا الله موجود بكل زمان لا إله إلا الله معروف بكل إحسان لا إله إلا الله معبود بكل مكان لا إله إلا الله المذكور بكل لسان لا إله إلا الله كل يوم هو في شأن لا إله إلا الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان يا قديم الإحسان يا غفور يا غفار برحمتك يا أرحم الراحمين ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم للخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل وسلم وبارك عليه ബഹുമാന ആളുകൾ നിറഞ്ഞ നമ്മുടെ ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിച്ച നമ്മുടെ മഹല്ലിൻ്റെ അമരക്കാരൻ ഖാദി ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന മദ്രസ പ്രസിഡന്റ് സത്താർ സാഹിബ് അവറുകൾ, അതുപോലെ പള്ളിയുടെയും മദ്രസയുടെയും നേതൃനിലയിലുള്ള കമ്മിറ്റി ഭാരവാഹികൾ, മുന്നിലിരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന മറ്റു പണ്ഡിത സുഹൃത്തുക്കൾ, വേദിയിലും സദസ്സിലുമായി
ശബ്ദം ശ്രവിക്കുന്ന പണ്ഡിത സുഹൃത്തുക്കൾ, കാരണവന്മാർ, ഉമ്മപെങ്ങന്മാർ, വിദ്യാർത്ഥിനികൾ, ശബ്ദം ശ്രവിക്കുന്ന മറ്റു ഇതര മത ആദർശ അനുയായികൾ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നേരത്തെ സ്വാഗത പ്രസംഗത്തിലും ഉസ്താദിന്റെ ഉദ്ഘാടന പ്രഭാഷണത്തിലുമൊക്കെയും നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. ഇനിയും അത് വീണ്ടും ആവർത്തിച്ച് നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. സ്വാഗത പ്രഭാഷണത്തിൽ സുലൈമാൻ മുസ്ലിയാർ സൂചിപ്പിച്ചതുപോലെ നാളെയും മറ്റന്നാളും പ്രഗത്ഭരായ വാഗ്മികൾ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ ഇന്നത്തെ പരിപാടിയുടെ ഉറക്കക്ഷീണം കാരണം, അതല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങളെ കൊണ്ട് നാളത്തെ പരിപാടികൾക്ക് കോട്ടം വരാൻ പാടില്ല എന്ന സതുദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. എന്നിൽ ഏൽപ്പിക്കപ്പെട്ടതായ വിഷയത്തെക്കുറിച്ച് വളരെയധികം കാലിക പ്രശസ്തി ആർജിച്ച ഒരു വിഷയമാണ് സൃഷ്ടിയും സൃഷ്ടാവും എന്നുള്ളത്. സൃഷ്ടാവിനെ മറക്കുന്ന സൃഷ്ടികൾ. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ആകാശവും ഭൂമിയും മലക്കുകളും ഒക്കെയും അള്ളാഹുവിന്റെ സൃഷ്ടികളായിട്ടുണ്ട്. അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞാലും തിരിച്ചൊന്ന് ചിന്തിക്കാനോ തിരിച്ചൊരു തീരുമാനമെടുക്കാനോ മറുത്തൊന്ന് പറയാനോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് അവകാശം നൽകിയിട്ടില്ല. അല്ലാഹ് എന്ത് പറയുന്നുവോ അതവർ അതേപോലെ അനുസരിച്ചിരിക്കും. അതിന്റെ യുക്തിയോ അതില്ലെങ്കിൽ അതിനുള്ളതായ കോട്ടമോ നേട്ടമോ ഒന്നുമേ മലക്കുകൾ നോക്കാറില്ല. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ വിഭാഗത്തെ ഭൂമിയിലെ പ്രതികളായി അയക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. മനുഷ്യരെ കുറിച്ച് ചോദിക്കുമ്പോ ആ മനുഷ്യരെ കുറിച്ച് പറഞ്ഞ വിശദീകരണങ്ങൾ കേട്ടപ്പോ മലക്കുകൾ ചോദിച്ചു അത്രേ, ഭൂമിയിൽ ഇത്രയും കുഴപ്പം സൃഷ്ടിക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്ന, അധർമ്മത്തിനും അനാചാരത്തിനും നേതൃത്വം കൊടുക്കുന്ന ഒരു ജനവിഭാഗത്തെ അല്ലാഹുവേ എന്തിന് സൃഷ്ടിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ മറുപടി, എനിക്കറിയുന്നത് പലതും നിങ്ങൾക്കറിയില്ല എന്നുള്ളതായിരുന്നു. എന്നിട്ട് ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളെക്കാൾ കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, അല്ലാഹു തആല സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അധികം ആദരിക്കുകയും പദവി നൽകുകയും ചെയ്തത് മനുഷ്യർക്ക് മാത്രമാണ്. അല്ലാഹുവിന്റെ കോടാനകോടി വരുന്ന ജീവജാലങ്ങൾക്കിടയിൽ അതിൽ മൃഗങ്ങളുണ്ട്, മലക്കുകളുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷികളുണ്ട്, മറ്റുള്ള ധാതുക്കളുണ്ട്, കീടങ്ങളുണ്ട്, നാൽക്കാലികളുണ്ട്. ഇതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെയാണ് ഏറ്റവും കൂടുതൽ ആദരിച്ചിട്ടുള്ളത്, ബഹുമാനിച്ചിട്ടുള്ളത്. അൽ ഇൻസാനു നാഫിഖ്, മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും സവിശേഷത, വിശേഷ ബുദ്ധി നൽകി, തിരിച്ചറിയാനുള്ള കഴിവ് നൽകി, സംസാര ശേഷി നൽകി, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനാണ് നൽകി ആദരിച്ചത്. മറ്റുള്ളതെല്ലാം മനുഷ്യൻ ആർജിച്ചെടുത്തതാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന മറ്റു ജീവികളെ നമുക്ക് കാണാം. നമ്മുടെ വീട്ടിലൊരു വളർത്തുനായ ഉണ്ടെങ്കിൽ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുന്ന വളർത്തുനായെ നമ്മുടെ വീട്ടിൽ പല വീടുകളിലും നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ മനുഷ്യനെ കളിപ്പിക്കുന്ന ഡോൾഫിനെ കാണാം. ഇങ്ങനെ മറ്റുള്ള ജീവജാലങ്ങൾക്കിടയിൽ പലതും ചെയ്യുന്നു പറയുന്നുണ്ടെങ്കിൽ അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയതായ കഴിവിൽ നിന്ന്, മനുഷ്യന് നൽകിയതായ ചിന്താശേഷിയിൽ നിന്ന് അല്ലാഹു മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട, മനുഷ്യനാൽ നൽകപ്പെട്ടതായ കഴിവുകളാണ് മറ്റുള്ള ജീവികൾക്കുള്ളത്.
നേരെ മറിച്ച് അല്ലാഹു സവിശേഷ ബുദ്ധി നൽകിയത് തന്റെ വിശേഷ ബുദ്ധിയും അറിവും ഉപയോഗിച്ച് മനുഷ്യൻ ആന മുതൽ ഉറുമ്പ് വരെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ബുദ്ധി വികസിപ്പിക്കുകയാണ്. മനുഷ്യന്റെ കഴിവുകൾ ഇന്ന് ലോകമെമ്പാടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ ഉദ്ഘാടന പ്രഭാഷണത്തിലുമൊക്കെ പഴയകാല ജീവിത ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചല്ലോ, പഴയകാല ജീവിത ചരിത്രങ്ങൾ കേട്ടല്ലോ. അതിൽ നിന്നൊക്കെയും ഈ ആധുനിക യുഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ നൽകിയതായ കഴിവുകളുണ്ട്, മനുഷ്യൻ ആർജിച്ചതായ കഴിവുകൾ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ കഴിവുകളാണ്. നമുക്കറിയാം, ബഹിരാകാശ യാത്രകള്, ഗോളാന്തര സഞ്ചാരങ്ങള് ഈ മിടുക്കിന്റെ മികച്ച ഉദാഹരണങ്ങളാണ്. 2 വർഷം മുമ്പ് 2023 ബഹിരാകാശ വാസത്തിന് ശേഷം സുൽത്താൻ അൽ നയാദി ഉൾപ്പെടെ 4 പേർ ബഹിരാകാശത്തേക്ക് യാത്ര പോവുകയാണ്. അങ്ങനെ ബഹിരാകാശത്ത് വെച്ചുകൊണ്ട് അവർ ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് പശ്ചാത്തല രാജ്യങ്ങൾ, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുതൽ മുടക്കിക്കൊണ്ട് ഒരു പേടകം വിക്ഷേപിക്കുകയാണ്. ബഹിരാകാശത്ത് വെച്ചുകൊണ്ട് അവരതാ വാഹനത്തിൽ കയറിയിട്ട് 186 വർഷം 186 ദിവസം കേവലം 6 മാസത്തോളം ബഹിരാകാശത്ത് വെച്ചുകൊണ്ട് മഹാനായ സുൽത്താൻ അൽ നയാദിയുടെ നേതൃത്വത്തിൽ 4 പേർ ഗവേഷണം നടത്തുന്നു. 200ഓളം ഗവേഷണം നടത്തുകയാണ്. അതെല്ലാം വിജയകരമായി പൂർത്തീകരിച്ചിട്ട് അവരതാ ഭൂമിയിലേക്ക് സന്തോഷത്തോടു കൂടി ഇറങ്ങി വന്നിട്ട് അതാ സമൂഹത്തോട് വിളിച്ചു പറയുമ്പോ ഓരോ സംസാരങ്ങളിലും ഓരോ ഗവേഷണത്തെ കുറിച്ച് പറയുമ്പോഴും അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ചാണ് അൽഹംദുലില്ലാഹ് പറയാതെ സുൽത്താൻ അൽ നയാദി ഉൾപ്പെടെയുള്ള ഗവേഷകർ അൽഹംദുലില്ലാഹ് പറയാതെ ഒന്നുമേ അവർ ജനങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടില്ല. അവർ കണ്ടെത്തിയ ഓരോ ഗവേഷണത്തിലും അല്ലാഹുവിന്റെ ഖുദ്റത്ത്, അല്ലാഹുവിന്റെ അമാനുഷികമായ കഴിവുകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിക്കുമ്പോ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി സംവിധാനങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ചിന്തയ്ക്കും അപ്പുറത്തേക്കാണ്. പക്ഷേ ഇതൊക്കെ ചിന്തിക്കുവാനും കണ്ടെത്തുവാനുമുള്ള കഴിവ് നൽകി ആദരിച്ചത് ഈ മനുഷ്യനെ തന്നെയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ബഹിരാകാശത്തെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, ആഗോളതലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വന്തം ശരീരത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി. നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് ആരായിരുന്നു നമ്മൾ, എവിടെയായിരുന്നു നമ്മൾ, എന്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്, അതിന്റെ ശൃംഖലയെ കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ തന്നെ അല്ലാഹുവിന്റെ അജായിബുകൾ മനസ്സിലാക്കാൻ മറ്റൊന്നിലേക്ക് നമ്മുടെ ചിന്ത പോവേണ്ടതില്ല. നമുക്കറിയാമല്ലോ, ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ എന്തിൽ നിന്നാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത്, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ സൃഷ്ടി വൈഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയത്? നമുക്കറിയാം, നമ്മുടെ കൈയിന്റെ വിരലിൽ 5 വിരലുണ്ടെങ്കിൽ ആ 5 കോലത്തിലാണ്. പക്ഷേ ഇതിൽ നിന്ന് ഒരു വിരലെങ്ങാനും ചലനമറ്റാൽ ആരോടാ നമ്മൾ പരാതി പറയുക? ആ കാണുന്ന കാഴ്ചകളെല്ലാം വലിയ മനോഹരമായി കൂടെ നമ്മൾ കാഴ്ചകൾ കാണുന്നുണ്ട്. ഈ കണ്ണിനൊരു കേടുപാട് പറ്റിയാൽ ആരോടാ നമുക്ക് പരാതി പറയാൻ കഴിയുക? നമ്മൾ ആരുടെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിയതാണോ, അതല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ടതാണോ? നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണിമണ്ണിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത്. ആ ആദം നബിയുടെ വാരിയിൽ നിന്നാണ് ഹവ്വാ റളിയല്ലാഹു അൻഹ സൃഷ്ടിക്കുന്നത്. ഈ ആദം നബിയും ഹവ്വാ റളിയും അവരിലൂടെയാണ് ഈ ആദം സന്തതി മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇങ്ങോട്ട് പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകരെ നമ്മുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി വരുന്നുണ്ട്. നേരത്തെ പ്രഭാഷണമൊക്കെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും
അകമഴിഞ്ഞുകൊണ്ട് സഹകരിക്കണം. ഇത് മൈക്ക് പിരിവാണ്, മദ്രസക്ക് പുരോഗതിക്കുള്ള മൈക്കുള്ള പിരിവാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ എഴുതുന്ന സംഭാവനകൾക്ക് പുറമെ എന്നും നമുക്കറിയാം മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. ഭൂമിയിലെ സ്വർഗമാണ് അറിവ് പഠിക്കുന്ന ഓരോ പൂങ്കാവനവും. ആ അറിവിന്റെ സദസ്സിൽ വന്നുകൊണ്ട് ഒരു രൂപ നമ്മുടെ നാണയം നമ്മൾ നമുക്കിടെ മദ്രസയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, ദീനിന് വേണ്ടി നമ്മൾ നൽകുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകൾ നമ്മുടെ സദസ്സിൽ ചുറ്റുമുണ്ട്. നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമ്മുടെ ആ സ്വതക്കക്ക് ആമീൻ പറയാൻ ആ മലായിക സാക്ഷിയാണ്. അല്ലാഹു നമ്മെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്? വഖദ ഖലഖൽ ഇൻസാൻ വഖദ ഖലഖൽ ഇൻസാൻ മബദഅൽ ഖലഖൽ ഇൻസാൻ. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭമുണ്ടല്ലോ മിൻ തീൻ, അത് മണ്ണിൽ നിന്നാണ്. ثم جعل نسله من سلالة من ماء مهين. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതായ ആദം നബി ആ കളിമണ്ണിനെ സൃഷ്ടിക്കുകയും പിന്നീട് ആ ആദം നബിയുടെ സന്താനങ്ങളെ ഒരു ഒരു നിസ്സാര ദ്രവത്തിന്റെ സത്തയിൽ നിന്നുമാക്കി. ആ നിസ്സാര ദ്രവത്തിന്റെ സത്ത എന്ന് പറയുമ്പോ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ, മണ്ണിൽ നിന്ന് മുളച്ചുണ്ടാക്കിയതായ കായ്വസ്തുക്കളും കൃഷികളുമൊക്കെ ഭക്ഷണം കഴിച്ച് അതിൽ നിന്നും ആ മനുഷ്യൻ ഭക്ഷിച്ചതിൽ നിന്നും ആ മനുഷ്യന്റെ പുരുഷന്റെ മുതുകത്തിലുള്ളതായ ബീജത്തെ, ആ ബീജത്തെ സ്ത്രീയുടെ അണ്ഡത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു ഒരു നിസ്സാര ദ്രവത്തിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, ثم خلقنا النطفة علقة وخلقنا العلقة مضغة وخلقنا المضغة عظاما وكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. നമ്മുടെ ആ ഒരു കുഞ്ഞിന്റെ ജന്മം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു മതഗ്രന്ഥങ്ങളിലുമില്ലാതെ മനുഷ്യന്റെ സൃഷ്ടിപ്പ് പോലും പരിശുദ്ധ ഖുർആനിലുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നുത്ഫത്തിനെ സൃഷ്ടിച്ചു. അലഖ, ആ നുത്ഫത്തിൽ നിന്ന് അലഖത്തിനെ സൃഷ്ടിക്കുകയാണ്. രക്തക്കട്ടയെ സൃഷ്ടിക്കുകയാണ്, രക്തക്കട്ടയായി മാറ്റുകയാണ്. മാത്രമല്ല വഖലഖൽ അലഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രക്തക്കട്ടയെ മാംസപിണ്ഡമാക്കി മാറ്റുകയാണ്. മാത്രമല്ല വഖലഖൽ അലഖത മുളഗ വഖലഖൽ മുളഗത ഇളാമ. അത് ബീജമായിരുന്നു, പിന്നെ അത് രക്തപിണ്ഡമായി, പിന്നെ അത് മാംസപിണ്ഡമായി, പിന്നെ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുളഗത്തിനെ ഇളാമ ഒരു എല്ലാക്കി മാറ്റുകയാണ്. വകസൗനാ ഇളാം, ആ എല്ലിനെ അതാ പൊതിയുകയാണ്. ലഹമ, മാംസപേശികൾ ഇങ്ങനെ പൊതുകയാണ്. ثم أنشأناه خلقا آخر, അങ്ങനെ അതാ അത് മറ്റൊരു സൃഷ്ടിയായി മാറുകയാണ്. ഋതുക്കുള്ള, സംസാരശേഷിയുള്ള, ചിന്താശേഷിയുള്ള, ഇന്ന് നമ്മൾ ഈ കാണുന്ന നല്ലവരുണ്ട്, ചീത്തവരുണ്ട്, കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, സദർവനുണ്ട്, അധർവനുണ്ട്, ഇങ്ങനെ തുടങ്ങിയതായ പല രൂപത്തിൽ അറിയപ്പെടുന്ന നമ്മെ പോലുള്ള ഓരോ സൃഷ്ടിയെയും അല്ലാഹു സംവിധാനിച്ചെടുത്തില്ലേ. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇപ്പോൾ ഏറ്റവും ഉദാത്തമായ ഈ സൃഷ്ടികർമ്മം നടത്തുന്ന അല്ലാഹു സമ്പൂർണനായ അല്ലാഹു അല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു കുട്ടി ജനിക്കുമ്പോ
ഒരു ഉമ്മ, നമുക്കറിയാം, പ്രസവിച്ചുകൊണ്ട ഒരു കുട്ടി ജനിക്കുമ്പോ നമ്മുടെ ശരീരത്തിലെ ഒരു എല്ല് പൊട്ടുമ്പോ നമുക്ക് എത്രയും വേദനയുണ്ടോ, അതുപോലുള്ള 28 എല്ലുകൾ ഒരേ സമയം പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന വേദന, ആ വേദന സഹിച്ചിട്ടാണ് ഒരു ഉമ്മ പ്രസവിക്കുന്നത്. ആരാ അതിന് കഴിവ് കൊടുത്തത്? അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അത്രയും കഷ്ടപ്പെട്ട് വേദന സഹിച്ച് ആ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ആ കുഞ്ഞിന്റെ ഓരോ നയനങ്ങളും ചലനങ്ങളും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ഉദാത്തമായി കൊണ്ട് അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ആരാണ് ആ ഉമ്മാക്ക്, ആരാണ് ആ സ്ത്രീക്ക് അതിനുള്ള മനക്കരുത്ത് നൽകിയത്? ഒരു പ്രസവം കഴിയുമ്പോൾ ഏതെങ്കിലും പെണ്ണ് പറയുന്നുണ്ട് ഞാനിനി പ്രസവിക്കൂല. ഈ വേദന സഹിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ പെണ്ണും പ്രസവിക്കുന്നത്. പക്ഷേ അവിടെയാണ് അഹ്സനുൽ ഖാലിഖ്, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കണം നമ്മൾ പറയുന്നത്. അല്ലാഹു നൽകുന്ന കഴിവ്, അല്ലാഹു നൽകുന്നതായ റഹ്മത്ത്. ഇങ്ങനെ തുടങ്ങി ഇതൊരു ജസ്റ്റ് ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ നമ്മളൊന്ന് എടുത്തു പരിശോധിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടാവാണെന്നറിയാൻ, അവൻ ഏകനാണെന്നറിയാൻ, അവന്റെ കുദറത്ത് സംശയിക്കാതിരിക്കാൻ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ചിന്താശേഷിയില്ലേ, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നൽകി നയനങ്ങളെ നൽകിയിട്ടുണ്ട്. കണ്ണുകൊണ്ട് മനസ്സിലാക്കണേ, നിനക്ക് സംസാര ശേഷി നൽകിയില്ലേ, വലിസാനം വശഫതൈൻ, എന്നിട്ടോ വഹദൈനാഹു നജ്ദൈൻ, തെളിഞ്ഞു കിടക്കുന്ന 2 വഴിയും നിന്റെ മുമ്പിൽ അല്ലാഹു നൽകി. തെളിഞ്ഞു കിടക്കുന്ന വഴിയാണ്, ഒന്ന് ഖൈറിന്റെ വഴിയാണ്, മറ്റൊന്ന് ശർറിന്റെ വഴിയാണ്. ഏത് വഴിയും നമുക്ക് സെലക്ട് ചെയ്യാം. കാരണം ചിന്തിക്കാനുള്ള കഴിവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. നേർവഴിയിൽ ജീവിക്കണോ, അതെല്ലാം തെറ്റായ മാർഗത്തിലൂടെ ജീവിക്കണോ, നമ്മുടെ ഇഷ്ടമാണ്. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. മതമുള്ളവനായി ജീവിക്കാൻ, മതമില്ലാത്തവനായി ജീവിക്കാം, ഏത് രൂപം നമുക്ക് ജീവിക്കാം. മൈ ലൈഫ് മൈ വോയ്സ്, ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തെ ജനറേഷന്റെ ഒരു തിയറി എന്ന് പറയുന്നത്. എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യമാണ്, എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ തോന്നിയതുപോലെ ജീവിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞയച്ച ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധ്യമല്ല. തോന്നിയതുപോലെ ജീവിക്കാൻ സൃഷ്ടാവിനെ അറിയേണ്ടതില്ല, നമ്മുടെ ജന്മത്തെ കുറിച്ച് അറിയേണ്ടതില്ല, മാതാവിന്റെ കടപ്പാടിനെ കുറിച്ച് അറിയേണ്ടതില്ല, പിതാവിനോട് കടപ്പാടിനെ കുറിച്ച് അറിയേണ്ടതില്ല, അയൽവാസിയോട് കടപ്പാടിനെ കുറിച്ച് അറിയേണ്ടതില്ല, സ്വന്തം വ്യക്തിത്വത്തെ തന്നെ അറിയേണ്ടതില്ല. എങ്ങനെയും ജീവിക്കാം. പക്ഷേ അദ്ദുനിയാ ഹൽവത്തുൻ ഹവറാ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണമെന്ന് രുചിക്കാത്തവരില്ല. അങ്ങനെ മരണമില്ലായിരുന്നുവെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെവിടെ, നമ്മുടെ ജീവനോളം സ്നേഹിച്ച് നമ്മുടെ പിതാവെവിടെ, നമ്മുടെ വല്ലിപ്പയെവിടെ, നമ്മുടെ വല്ലിമ്മയെവിടെ, ഈ കാണുന്ന സാമ്രാജ്യം മൊത്തം നമുക്ക് പടുത്തുയർത്താൻ നമുക്ക് നൽകിയ നമ്മുടെ പൂർവീകരെവിടെ? അവരൊന്നും ഇന്ന് ഭൂമിയല്ലല്ലോ. സമയമാകുമ്പോ ഈ ഭൂമി നിന്ന് വിട പറയേണ്ടവരാണ്. ഈ ഞാനും നിങ്ങളും. മരണത്തിന് പ്രത്യേക സമയമില്ല, പ്രത്യേക പ്രായമില്ല, പ്രത്യേക സ്ഥലമില്ല. എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്നും നമുക്കറിയില്ല. ഇതൊക്കെയും ഏകനായ തൗഹീദിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഉടമപ്പെട്ടതാണെന്നുള്ള ചിന്ത നമുക്ക് വന്നില്ലെങ്കിലോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു. പക്ഷേ നാളെ സ്വർഗ്ഗമുണ്ടെന്നതിൽ വിശ്വാസമുണ്ടോ? നരകമുണ്ടെന്നതിൽ വിശ്വാസമുണ്ടോ? ഖബറുണ്ടെന്നതിൽ വിശ്വാസമുണ്ടോ? ഖബറിൽ ഖിയാമത്ത് നാൾ വരെ കിടക്കണമെന്ന് വിശ്വാസമുണ്ടോ? ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഈ കാണുന്നത് പോലുള്ള തോന്നിവാസങ്ങളെ കാണിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കില്ല. ഈ കാണുന്ന പോലെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഞാൻ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, ലൈഫ് എൻജോയ് ചെയ്തോളി. എത്രത്തോളം ആനന്ദകരമായിട്ടാൻ പറ്റുമോ അത്രത്തോളം ആനന്ദകരമായിക്കോളി. പക്ഷേ വൺ കണ്ടീഷൻ, ജന്മം നൽകിയ മാതാപിതാക്കൾ വിശ്വസിക്കുന്ന മതം ഇതിനെ തള്ളി പറഞ്ഞുകൊണ്ടാകരുത്. ആ ഒരു പരിധിയിൽ നിന്ന് നല്ല വസ്ത്രം ധരിക്കാം, നല്ല യാത്രകൾ പോവാം, നല്ല കളികൾ കളിക്കാം, എന്തും ചെയ്യാം. പക്ഷേ ഈ ഒരു കണ്ടീഷൻ നമ്മൾ പാലിച്ചിരിക്കണം. ജന്മ മാതാപിതാക്കളും വിശ്വസിക്കുന്ന മതവും. അതിനെക്കുറിച്ച് മാതാപിതാക്കളെ കുറിച്ച് അറിയണം. മാതാപിതാക്കളുടെ കടപ്പാട് മനസ്സിലാക്കണമെങ്കിൽ മാതാപിതാക്കളെ കുറിച്ച് അറിയണം. അള്ളാഹുവിനോടുള്ള ദീനിനോടുള്ള കടപ്പാട് മനസ്സിലാക്കണമെങ്കിൽ ദീനിനെ കുറിച്ച് അറിയണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്താണ് നുതുഖ എന്ന് പറയുന്നത്, ചിന്താശേഷി എന്നത്. ചിന്തിക്കണം, എല്ലാത്തിനും ചിന്തയോട് കൂടിയായിരിക്കണം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു ഭാഗ്യമുണ്ട്. നമ്മളാരും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മുസ്ലിമായവരല്ല. ജന്മം കൊണ്ടേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ പുൽകാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിമായതുകൊണ്ട് നമ്മളെല്ലാം മുസ്ലിമീങ്ങളായി പിറന്നു, റസൂലുള്ളാഹിന്റെ ഉമ്മത്തായി പിറന്നു. ഇനിയോ ആ ജന്മം തന്ന മാതാവിനോടുള്ള കടപ്പാടില്ലേ? ആ മാതാവ് വിശ്വസിക്കുന്ന മതമല്ലേ നമുക്കുള്ളത്? ആ മതത്തിന്റെ അതിർവരമ്പുകൾ കടക്കുന്നതായ സവിഷയം നമ്മൾ മാറി ചിന്തിക്കണം. മറിച്ചോ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറിച്ചറിയണം, ഇസ്ലാമിനെ കുറിച്ചറിയണം, സ്വർഗ്ഗത്തെ കുറിച്ചറിയണം, നരകത്തെ കുറിച്ചറിയണം, കടപ്പാടുകളെ കുറിച്ചറിയണം. ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഒരിക്കലും അല്ലാഹനെ മറക്കുന്ന സൃഷ്ടി നമ്മളാവില്ല. പരിശുദ്ധ ഖുർആനിലെ ആൽ ഇംറാൻ സൂറത്തിലെ 190-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശവും ഭൂമിയും, ആ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും രാപ്പകലുകൾ മാറി വരുന്നതിനെ കുറിച്ച്, സൂര്യനതാ കിഴക്ക് നിന്നുദിക്കുകയാണ്, പടിഞ്ഞാറ് അസ്തമിക്കുകയാണ്. ആരാണിത് ചെയ്യുന്നത്? എങ്ങനെയാണ് പകലാകുന്നത്? ആരാണ് രാത്രി ഉണ്ടാകുന്നത്? ആരാണ് വെളിച്ചം നൽകുന്നത്? ഈ ഇഖ്തിലാഫിന്, ഈ മാറി വരലുണ്ടല്ലോ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അത് വലിയ ദൃഷ്ടാന്തമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അത് മനസ്സിലാക്കാൻ അവർക്ക് സാധ്യമായാൽ പരിശുദ്ധ ഖുർആന്റെ അടുത്ത ആയത്ത് എന്തെന്നറിയുമോ? അല്ലദീന, അത് മനസ്സിലാക്കി ഈ ഭാഗമുണ്ടല്ലോ, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്, അവർ അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ്, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരാണ്. ഖിയാമൻ വഖൂദാ വഅലാ ജുനൂബിഹിം, എപ്പോഴും നൃത്തത്തിലും അല്ലാഹുവിനെ ഓർക്കും. വഖിയാമൻ വഖൂദാ, ഇരുത്തത്തിലും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. വഅലാ ജുനൂബിഹിം, അവിടെ പാർശ്വങ്ങൾ ചരിച്ചു വെച്ചാൽ കിടക്കുന്ന സമയത്തും വലതു ഭാഗത്ത് ചെരിഞ്ഞു കിടക്കട്ടെ, ഇടതു ഭാഗത്ത് ചെരിഞ്ഞു കിടക്കട്ടെ, മലർന്നു കിടക്കട്ടെ, എല്ലാ സമയത്തും അവർ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നവരാണ്. അവർ ചിന്തിക്കുന്നവരാണ്. ആകാശഭൂമികളെ കുറിച്ച് ചിന്തിച്ചിട്ട് അവര് പറയും കേട്ടോ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, അല്ലാഹുവേ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ. സുബ്ഹാനക സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. സുബ്ഹാനക റബ്ബേ, നിന്റെ സൃഷ്ടി വൈഭവങ്ങളിൽ ചിന്തിച്ചിട്ട് ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. നീയാണ് ഏറ്റവും ഉന്നതൻ. നിന്റെ പരിശുദ്ധി ഞങ്ങൾ വാഴ്ത്തുന്നു റബ്ബേ. ഫഖിനാ അദാബന്നാർ, നീ ഞങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ച നരകക്കുണ്ടല്ലോ, ആ നരകക്കുണ്ടിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ.
വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഉപ്പ, പ്രിയമുള്ള ഉമ്മ, ശബ്ദം ശ്രവിക്കുന്ന യുവതി യുവാക്കളെ, അള്ളാഹിനെ കുറിച്ചറിഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രശ്നം മുസ്ലിമൊക്കെ തന്നെയാണ്. പക്ഷേ അള്ളാഹിനെ കുറിച്ച് അറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ വൈഭവങ്ങളാണ് ഏറ്റവും ഉത്തമെന്നുള്ള ചിന്തയിലാണ്. നാളേക്കുള്ള ഒരു ചിന്തയും നമുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രാവർത്തികമാക്കാൻ നമ്മൾ സന്നദ്ധരായി കഴിഞ്ഞാൽ അല്ലാഹു നേരത്തെ മലക്കുകളോട് പറഞ്ഞ ആദരിച്ച മനുഷ്യൻ, അല്ലാഹു മനുഷ്യനെ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. ഏത് മനുഷ്യൻ? ചിന്തിക്കുന്ന മനുഷ്യന്, ചിന്താശേഷി നൽകിയിട്ട്, അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട്, അവന്റെ നോട്ടത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഉറക്കിലും ഉണർവിലും ജോലിയിലും കച്ചവടത്തിലും മക്കളിലും നാട്ടിലും വീട്ടിലും സമൂഹത്തിലും അള്ളാഹുവിനെ കുറിച്ചോർത്ത് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവൻ, ആ മനുഷ്യൻ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. ആ മനുഷ്യർക്ക് അള്ളാഹുവിന്റെ മുഖർറബീങ്ങളായ മലക്കുകളുടെ കാവലുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ അടുപ്പക്കാരായ മുഖർറബീങ്ങളായ മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവിനോടടുത്ത മനുഷ്യർക്ക്, അല്ലാഹുവിനോടടുത്തതായ ജനങ്ങൾക്ക് സേവകരായിക്കൊണ്ട് അല്ലാഹുവിനെ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് കാവൽ നൽകാൻ അവർക്ക് റഹ്മത്തിന്റെ മലായികൾ എന്നും അവരോടൊപ്പം ഉണ്ടാകും. പരിശുദ്ധ ഖുർആൻ ഫുസ്സിലാത്ത് സൂറത്തിലെ 30-31 ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, മലക്കുകൾ പറയുന്നതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയാണ്, നഹനു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വ ഫിൽ ആഖിറ. മലക്കുകൾ പറയുകയാണ്, നഹനു ഞങ്ങൾ, ഔലിയാഉകും നിങ്ങൾക്ക് സേവകരാണ്. മനുഷ്യരോട് പറയാ, ഔലിയാഉകും നിങ്ങൾക്ക് സേവകരാണ്, നിങ്ങൾക്കുള്ളതായ എല്ലാ സംരക്ഷണം നൽകുന്നവരാണ്. ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയവിയായ ജീവിതത്തിലും സംരക്ഷകരാണ്. വഫിൽ ആഖിറ, നാളെ പാരത്രിക ലോകത്തും നിങ്ങൾക്ക് കാവലാളാണ്. ഔലിയാ എന്ന് പറഞ്ഞ ആ പദത്തിന്റെ അർത്ഥം തന്നെ സഹായികൾ, രക്ഷകൾ എന്നാണല്ലോ. അപ്പോ മലക്കുകൾ മനുഷ്യന് വേണ്ടി ദുനിയാവിൽ വെച്ച് 2 തരം സേവനങ്ങൾ ചെയ്യുമെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ ഇബ്നു കസീറിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. രേഖപ്പെടുത്തുന്നു, ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ട് 2 ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകൾ പറയുന്നു, ഐ ഖുറാനാകും ഫിൽ ഹയാത്തി ദുനിയാ, അല്ലാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നതായ മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളെ ഖുർആനാൽ സഹയാത്രികരായി അയക്കുമെന്നാണ്. സഹയാത്രിക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു യാത്ര പോകുമ്പോ നമ്മളൊരാളെ കൂടെ കൂട്ടിക്കണം. അയാൾ സഹയാത്രികനാണെങ്കിൽ നമ്മളെ യാത്ര കഴിയുന്നത് വരെ നമ്മളെ കൂടെ ഉണ്ടാകും. ദുഃഖത്തിലുണ്ടാവും, സങ്കടത്തിലുണ്ടാകും. നമുക്ക് വൈകിട്ട് വെച്ച് ആക്സിഡന്റ് പറ്റി നമ്മളിട്ടെറിഞ്ഞ അയാളെ പോവോ? പോവില്ല. അതാണ് സഹയാത്രിക എന്ന് പറഞ്ഞാൽ. എന്നും നമ്മുടെ വഴി വെച്ച പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ള ആള് സഹയാത്രിക നല്ല ആളാവണം കേട്ടോ, അല്ലെങ്കിൽ ഇട്ടുമണ്ടു നമ്മൾ തെറ്റുണ്ടെങ്കിൽ. അപ്പോ ആ സഹയാത്രികൻ നമുക്ക് കവചം നൽകുന്നത് പോലെ മലക്കുകൾ ദുനിയവിയായ ജീവിതത്തിൽ നിങ്ങളുടെ സഹയാത്രികളാണ്. മാത്രമല്ല, വെറും സഹയാത്രിക മാത്രമല്ല, നിങ്ങൾ ആ വഴിയിലൂടെ പോകുമ്പോ, നിങ്ങൾ വഴിയിലൂടെ പോകുമ്പോ നല്ലൊരു മലായികത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേർവഴി കാണിച്ചു നൽകുന്ന മലക്കുകളുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾക്ക് നന്മ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന, നിങ്ങളുടെ തൗഫീഖിന് വേണ്ടി, ഹൃദയശുദ്ധിക്ക് വേണ്ടി നിങ്ങളെ പ്രേരിപ്പിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മലക്കുകളായി ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ മലായികത്തുകൾ നമ്മളോടൊപ്പം ഉണ്ടാകും. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം എന്താ? ആപത്തുകളെ തൊട്ട് സംരക്ഷണം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തിലെ 11-ാമത്തെ ആയത്ത്, ലഹു മുഅഖിബാതും മിൻ ബൈനി യദിഹി
വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യർക്ക് ലഹു അവനിക്കുണ്ട് പിന്നിലൂടെ വരുന്നതായ മലക്കുകൾ അവർക്ക് സംരക്ഷകരായിട്ടുണ്ട്. ആ മലക്കുകൾ അവനെ സംരക്ഷിക്കും. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, അള്ളാഹുവിന്റെ കൽപ്പനുസരിച്ചുകൊണ്ട് അവനെ അള്ളാഹു സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലെങ്കിലോ അവൻ അപകടത്തിൽ പെടുകയും ചെയ്യും. അതാണല്ലോ എത്രയോ നല്ല മനുഷ്യന്മാർ, എത്രയോ നന്മകൾ ചെയ്യുന്ന വ്യക്തികളും അപകടത്തിൽ പെടുന്നുണ്ട്. ഇഴജന്തുക്കൾ അവരെ കൊത്തുന്നുണ്ട്, അതുപോലെ തന്നെ ആപത്തുകൾ അവർക്ക് വരുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഖദറുകളാണ്. അള്ളാഹുവിന്റെ ഖലാ എത്തിക്കഴിഞ്ഞാൽ, ആ സമയം എത്തിക്കഴിഞ്ഞാൽ ആ മലക്കുടെ കാവൽ അള്ളാഹു എടുത്തു കളയും. അത് നല്ലവനും ചീത്തവനും അങ്ങനെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ ആമീൻ പറയാത്തത്? ഉറക്കം വരുന്നുണ്ടോ? ഇതാണ് ദേഷ്യനാണ്. أنت تطلع بيننا في الكواكب كالبدور بل ما أشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي أنت منجينا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي. ഉറക്കത്തൊന്ന് പോയി കൊണ്ടാച്ചിട്ടുണ്ട്. വിഷയം തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. വരുന്നുള്ളൂ, വിഷയങ്ങൾ വരുന്നുള്ളൂ. അപ്പോ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ നമുക്ക് രക്ഷയായി, നമുക്ക് കൂട്ടായി അല്ലാഹുവിനെ ഓർത്ത മനുഷ്യരുണ്ടോ? അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയവരുണ്ടോ? അവർക്ക് സംരക്ഷകരായിട്ട് അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അഴക്കുമല്ലോ. ദുനിയാവിൽ മാത്രമല്ല, നാളെ മരണപ്പെട്ട് കബറിൽ കിടക്കുമ്പോ അവിടെയും മലക്കുകളുടെ കാവലുണ്ടാകും. പരലോകത്തും മലക്കുകൾ നമ്മുടെ സേവകരാണ്, നമ്മുടെ സഹായികളാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് നമ്മൾ ഓതി വെച്ചല്ലോ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും രക്ഷയാണ്. ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, കദാലിക നകൂനു മഅകും ഫിൽ ആഖിറ. ദുനിയാവിൽ നിങ്ങൾക്ക് രക്ഷകരുള്ളത് പോലെ തന്നെ നകൂനു മഅകും, ഞങ്ങളായി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഫിൽ ആഖിറ, നാളെ ആഖിറത്ത് മുഖറബീങ്ങളായ മലക്കുകളുണ്ട് കേട്ടോ. നുസ്മിൻകും വഹ്ശത ഫിൽ ഖുബൂർ അനുമനിസു. മാത്രമല്ല നിങ്ങൾക്കൊരു സന്തോഷം നൽകിക്കൊണ്ട്, നിങ്ങൾക്കൊരു ആനന്ദം നൽകിക്കൊണ്ട്. എവിടെയാ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത്? എവിടെയാ നിങ്ങൾക്ക് ആനന്ദം നൽകുന്നത്? അൽ വഹ്ശതു ഫിൽ ഖുബൂർ,
നാളെ ഖബറിൽ കിടക്കേണ്ട സമയം വരാനുണ്ട്. ഉറ്റവരില്ല, ഉടയവരില്ല, സ്നേഹിതരില്ല, നമ്മൾ പടുത്തുയർത്തിയ സമ്പാദ്യമൊന്നുമില്ല. എല്ലാവർക്കും കിട്ടാൻ പോകുന്നത് ആ ആറണി മണ്ണ് മാത്രമാണ്. അതുപോലും കിട്ടാത്തവരുമുണ്ട്. ആ 6 മണ്ണിൽ കിടന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോ ദുനിയാവിൽ നല്ല മനുഷ്യനായിരുന്നോ? നിന്നെ കുറിച്ച് നല്ലത് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവനായിരുന്നോ? നിന്റെ പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി നീ 1 രൂപ നാണയമെങ്കിലും കൊടുത്തവരാണോ? അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്തവരാണോ? ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിൽ പകർത്തിയവനാണോ? എങ്കിൽ അതാ മലക്കുകൾ പറയുന്നു, ഖബറിൽ ആനന്ദമായി, സന്തോഷമായി റഹ്മത്തിന്റെ മലായികത്തുകൾ, അല്ലാഹുവിന്റെ മുഖറബികളായ മലക്കുകൾ ഖബറിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറാ. വജഅൽനാ മിൻഹും വആബാഇഹിം വഇഖ്വാനിഹിം വബിലാദിഹിം വഅഖാരിബിഹിം യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മളൊക്കെ അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അത്രമല്ല മരിച്ച് ഇനിയും വർഷങ്ങളോളം ഖിയാമത്ത് നാൾ വരെ അതാ ഖബറിൽ കിടക്കണം. ബർസഖിയായ ജീവിതത്തിലാണ് അല്ലാഹു നമ്മുടെ പള്ളിക്കാട്ട് വിശ്വം കൊള്ളുന്ന ഒരുപാട് സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. നാം ഈ പറയുന്നതിന്റെ, നാം ഈ കേൾക്കുന്നതിന്റെ, നാം ഈ ചെയ്യുന്ന എല്ലാ നന്മയായ പ്രവർത്തനത്തിന്റെയും പ്രതിഫലം അവിടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അത് കാരണമായി അവിടെ ഖബറിടം കണ്ണെത്താ ദൂരത്തോളം വിശാല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോ സൂറെന്ന കാഹളത്തിൽ ഓതുമ്പോ നമുക്കൊരു പേടി വരൂലേ, ഒരു ഭയം വരുമ്പോ മുഖറബികളായ മലക്ക് പറയുന്നു, നീ പേടിക്കണ്ട, നിനക്ക് സംരക്ഷകനായി ഞങ്ങൾ കൂടെയുണ്ട് കേട്ടോ. മാത്രമല്ല നാളെ മഹ്ശറിൽ ഒരു നൃത്തം നിൽക്കാനുണ്ട്. അവിടെ നമുക്ക് തണലില്ല, അല്ലാഹുവിന്റെ തണലല്ലാതെ ഒരു തണലുമില്ല. നുശൂർ വരാനുണ്ട്, ബുഊത്ത് വരാനുണ്ട്, പുനർജന്മം വരാനുണ്ട്. ഈ സമയത്തൊക്കെയും നോമിക്കും നിങ്ങൾക്ക് സംരക്ഷകരായി അല്ലാഹുവിന്റെ മുഖറബികളായ മലക്കുകൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ. മാത്രമല്ല നിർത്തിയില്ല, ഒരു മുടിനാരിനെ 7 തവണ കീറിയിട്ട് അതാ സ്വർഗ്ഗനരകത്തിന്റെ മീതൊരു പാലം വരാനുണ്ടോ. സിറാത്ത് എന്ന് പറയുന്നൊരു പാലമുണ്ടല്ലോ, വാളിനേക്കാൾ മൂർച്ചയാണ് അതിനുള്ളത്. അതിലൂടെ നടത്തം നടക്കാനുണ്ട്. ആ നടത്തം നടക്കുമ്പോ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ മനുഷ്യ, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഇബാദത്ത് ഉമ്മ, മുഖറബീങ്ങളായ മലക്കുകൾ പറയുന്നു, വനുജാവിദുകും സിറാത്തൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിൽ അത് വിട്ടുകിടക്കാൻ നിങ്ങളെ സഹായിക്കാൻ മുഖറബീങ്ങളായ മലക്കുകൾ ഉണ്ടാകും. വനുവസ്സിലുകും ഇലാ ജന്നാത്തിൻ നഈം, സ്വർഗ്ഗത്തിൽ എത്തുന്നത് വരെ വനുസിലൂക്കും നിങ്ങളെ അവരെത്തിക്കും ഇലാ ജന്നാത്തിൻ നഈം. അവരല്ല, മലക്കുകൾ പറയാൻ വനുസിലൂക്കും നിങ്ങളെ ഞങ്ങൾ എത്തിക്കും ജന്നാത്തുൻ നഈം, താഴ്വാരത്തിലൂടെ ഒഴുകുന്ന ആദ്യം മോദി വെച്ച ആയത്ത്, ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്, അല്ലാഹുവിനുമായി വിശ്വസിച്ചവരെ, വഅമിലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തവരെ, ഉലൈക ഖൈറുൽ ബരിയ, അവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായ ആളുകൾ, അവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ ആളുകൾ. ആ ആളുകൾക്കുണ്ടല്ലോ ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്വാരങ്ങളിലൂടെ പുഴകൾ ഒഴുകുന്ന, അരുവിയൊഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ അവർക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ, ആ
അതിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നീട് മടക്കമില്ല. ഖാലിദീന ഫീഹാ അബദാ, അവരെന്നും അതിൽ ശാശ്വതരാണ്. റളിയല്ലാഹു അൻഹും, അല്ലാഹുവിനെ തൊട്ട് അവർ സംതൃപ്തരാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവരെ തൊട്ട് അല്ലാഹു സംതൃപ്തരാണ്. ഉലൈക ഹുമുൽ ഫായിസൂൻ, വിജയികളായ വിഭാഗമാണത്. ജന്നാത്ത് ജീവിതം തൻഹാ ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു വറളു അൻഹു വദാലിക ലിമൻ ഖശിയ റബ്ബാ. ആർക്കുള്ളതാണ്? വദാലിക ലിമൻ ഖശിയ റബ്ബാ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവരാരോ, അല്ലാഹുവിനെ ഓർത്ത് ജീവിച്ചവരാരോ, പടച്ച റബ്ബിനെ ഓർത്തിട്ട് അവൻ ചെയ്യുന്ന തെറ്റിൽ നിന്ന് വിട്ടുനിന്നവരാരോ, പടച്ച റബ്ബിനെ ഓർത്തിട്ട് ഞാൻ മുസ്ലിമാണെന്ന ചിന്തയോടുകൂടി എല്ലാ വികൃതമായ സ്വഭാവങ്ങൾ വിട്ടുനിന്നവരാരോ, വേഷവിധാനത്തിലാവട്ടെ, സംസാരത്തിലാവട്ടെ, പെരുമാറ്റത്തിലാവട്ടെ, പ്രവർത്തനങ്ങളിലാവട്ടെ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവരാരോ, അവർക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചതാണത്. അല്ലാഹു നമുക്ക് ഇതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആ ഒരു രീതിയിലേക്ക് നമ്മളൊക്കെ മാറണം. അല്ലാഹു ഇത്രയും ബഹുമാനം, ഇത്രയും ഒരു ആദരവ് മനുഷ്യന്മാർക്ക് കിട്ടിക്കണമെങ്കിൽ അള്ളാഹനെ ഓർത്ത് ജീവിച്ചാൽ, ഈമാനോടും ഇസ്തിഖാമത്തോടും കൂടി ജീവിച്ചാൽ എല്ലാ രക്ഷയും കവചയും സ്വർഗത്തിലെത്തുന്നത് വരെ എല്ലാ സംരക്ഷണവും നൽകാമെന്നിട്ടും എന്തേ മുഅ്മിനീങ്ങളെ നമുക്ക് മാറാൻ കഴിയുന്നില്ല? എന്തേ നമുക്കതിന് സാധ്യമാകുന്നില്ല? വളരെ ഗൗരവത്തോടു കൂടി ജീവിക്കേണ്ട വിഷയമാണ്. കാലഘട്ടം വളരെ 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 വളരെയധികം പുറകോട്ടും മുന്നോട്ടും ആടിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ആർക്കും ഒന്നിനും സമയമില്ല. ഒന്നിനും ജനങ്ങൾക്ക് പൊതുവെ എല്ലാവരും ബിസിയാണ്. അനാവശ്യമായ കാര്യങ്ങൾക്ക് പോലും, അത്യാവശ്യമായ അനിവാര്യമായ കാര്യങ്ങൾക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത വിധം തിരക്കിലാണ് മനുഷ്യരൊക്കെ. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കരുവാരകുണ്ടിലേക്ക് ഇവിടുന്ന് ചൂട്ട് കത്തിച്ച് വാഴുന്നതിന് പോയ അന്നത്തെ ആളുകൾക്ക് ഇല്ലാത്ത തിരക്കാണ് ഇന്ന് മിനിറ്റുകളെ കൊണ്ട് എത്തിപ്പെടാൻ കഴിയുന്ന നമുക്കുള്ളത്. ചിന്തിച്ചു നോക്കിയിട്ടുള്ളത്, 6 ദിവസം വയൽ വെച്ചിട്ടും ഒരാൾ പോലും എണീറ്റ് 11-2 മണിയായിട്ടും ആ സദസ്സ് നിറഞ്ഞു നിന്നിരുന്നു. ഇന്ന് ആ സമയത്ത് വെള്ളിയാഴ്ച പള്ളിക്ക് വന്നാൽ പോലും ഒരു 5 മിനിറ്റ് ഇരിക്കാൻ നമുക്ക് സമയമില്ല. പ്രഭാഷണം 2 മിനിറ്റ് വൈകിയാൽ അത് കഴിഞ്ഞാൽ പുറത്ത് കച്ചറയാണ്, ബഹളമാണ്. ഇതല്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ. ആർക്കും ഒന്നിനും സമയമില്ല. ഉറ്റവരെയും ഉടവരെയും കാണാൻ പോവാൻ പോലും നമ്മുടെ കൂട്ടത്തിൽ എത്രയോ രോഗികളുണ്ട്, എത്രയോ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞു പോയി. കേവലം പേരിനൊന്ന് രോഗിയെ കാണാൻ പോയാൽ തന്നെ പേരിനൊന്ന് പോവും. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കലുണ്ടോ എന്ന് ആലോചിച്ചോക്കാണ് നിങ്ങൾ. നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഒരാൾ ആക്സിഡന്റ് പറ്റി, സങ്കല്പിക്കട്ടോ, അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം അനുഗ്രഹിക്കട്ടെ. ആക്സിഡന്റ് പറ്റി നമ്മൾ അറിഞ്ഞു, അവന്റെ ബൈക്ക് ആക്സിഡന്റ് ആയി, അവന്റെ കാലൊടിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞു. ജസ്റ്റ് എന്തായാലും അറിഞ്ഞ ശരിക്കൊന്ന് പോയി. അൽഹംദുലില്ലാഹ് വീട്ടിലെത്തി, കാലൊക്കെ പ്ലാസ്റ്റിക് ഇട്ടുണ്ട്, കുറച്ചേരം തമാശയൊക്കെ പറഞ്ഞിരുന്ന് പോന്നു. പിന്നെ വൈകിട്ട് പോകും. പിന്നെ അവനതൊക്കെ മാറി അങ്ങാടിക്ക് എത്തുമ്പോ മാറി പോന്നോ, അപ്പോൾ പിന്നെ അവനെ കാണുള്ളൂ. നമ്മളെ അവസ്ഥയാണ്. കാരണം നമ്മളെ കുറ്റമല്ല, സമയമില്ല, നമ്മളെ തിരക്കിലാണ്, ഒന്നിനും സമയമില്ല. ഒരാള് മരിച്ചാൽ, സ്വന്തം അയൽവാസി മരിച്ചാൽ പോലും കേവലം തടങ്ങിന് അവിടെ നിന്ന് തല കാണിച്ചു പോകുന്ന സമൂഹമാണ്. ഒരു ആപത്ത് വരുമ്പോ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അവിടെ ഒന്നും എത്തിപ്പെടാൻ നമുക്ക് സമയമില്ല. ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ നമുക്ക് സമയമില്ല. വന്നാൽ തന്നെ 5 മിനിറ്റ് 10 മിനിറ്റ് അപ്പം എണീറ്റ് പോവേണ്ടി വരും. ഇതാണ് നമ്മുടെയൊക്കെയും അവസ്ഥ. അങ്ങനെയാണ്. ജമാഅത്ത് നമസ്കാരത്തിന് വന്നാൽ പോലും അതിന് പോലും നമുക്ക് സമയമില്ല. തുടങ്ങിയ അനിവാര്യമായ കാര്യങ്ങൾ പലതും തിരക്ക് മുഖേന നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ ഓടുകയാണ് മനുഷ്യർ. എല്ലാവർക്കും പറയാവുന്ന തന്നെയാണ്, ഒന്നിനും സമയമില്ല, ഓടിയെത്തുന്നില്ല, തിരക്കാണ്, ബിസിയാണ്. നമ്മുടെ
സമയങ്ങളും ദിവസങ്ങളും ഓടിയകലെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം. 4 വർഷങ്ങൾക്ക് മുമ്പ് വേണ്ട, 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേണ്ട, 400 നൂറ്റാണ്ടുകൾക്ക് മുമ്പും ക്ലോക്കിൽ സൂചി ഓടുന്നത് ഒരേ സ്പീഡിലാണ്, മണിക്കൂർ സൂചി ഓടുന്നത് ഒരേ സ്പീഡിലാണ്, മിനിറ്റ് സൂചിയും പോകുന്നത് ഒരേ സ്പീഡിലാണ്. അതിന്റെ സ്പീഡിന് മാറ്റം സംഭവിച്ചിട്ടില്ല. സെക്കൻഡ് സൂചി നമുക്ക് ദേഹക്കൊണ്ടെന്ന് വെച്ചിട്ട് അതൊന്ന് സ്പീഡ് കുറയുന്നില്ല. അത് ഒരേ കിറക്കമാണ്, ഒരേ കറക്കമാണ്. ബാറ്ററി കഴിഞ്ഞാൽ നിൽക്കും, വീണ്ടും ബാറ്ററി ഇട്ട വീണ്ടും ഓടും. അതങ്ങനെ ഒരേ സമയം. അതാ മണിക്കൂർ സൂചി ഒരിക്കലും മിനിറ്റ് സൂചിന്റെ മുമ്പിൽ ചാടാറില്ല. മിനിറ്റ് സൂചി ഒരിക്കലും സെക്കൻഡ് സൂചി മുമ്പിൽ ചാടാറില്ല. അവർക്ക് അവരുടെ ആ ഒരു കർമ്മപദത്തിലൂടെ അവർക്ക് നിശ്ചയിച്ചതായ ആ ഒരു രൂപത്തിലൂടെ കൃത്യമായി ഓടുകയാണ്. പക്ഷേ നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. രാവിലെ എഴുന്നേറ്റാൽ എത്ര പെട്ടെന്നാണ് ഉച്ചയാകുന്നത്, എത്ര പെട്ടെന്നാണ് വൈകുന്നേരമാകുന്നത്. 9 ക്ലോക്കിലേക്കൊന്ന് നോക്കിയോ, 9 മണിയാണ്. ചെറിയ എന്തോ 1-2 കാര്യം ചെയ്തപ്പോഴേക്കും എത്രയോ പെട്ടെന്ന് 11 മണിയാകുന്നു. നമ്മളറിയാതെ അത് 1 മണിയായി, നമ്മളറിയാതെ 3 മണിയായി, നമ്മളറിയാതെ 5 മണിയായി. അങ്ങനെ അതാ ഒരു ദിവസത്തിൽ ഒന്നുപോലും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ദിവസം പെട്ടെന്ന് കഴിഞ്ഞു പോവുകയാണ്. ഒരു ജുമ കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് അടുത്ത ജുമ വരുന്നത്. ഒരു ഞായർ കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് അടുത്ത ഞായർ വരുന്നത്. ഒരു ചെറു പെരുന്നാൾ നമുക്കറിയാമല്ലോ, വലിയ പെരുന്നാൾ ഇതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നേ ഇപ്പോ റമദാൻ ചെറിയ പെരുന്നാളും കഴിഞ്ഞത്. സമയം നിൽക്കുന്നില്ല. പെട്ടെന്ന് 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 എല്ലാം എത്തുകയാണ്. ഖിയാമത്ത് നാൾ എടുക്കുമ്പോ ജനങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ പേര് സലാത്ത് 3 സലാത്തില്ലേ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ അൽഹംദുലില്ലാഹ് സ്വല്ലി അലൈഹി വസല്ലം. സമയമാരെയും കാത്തു നിൽക്കാതെ ഓടുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പേ ഹബീബായ മുത്തനബി പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ലാ തഖൂമു ഹത്താ യതഖാറബ الزمان وتكون سنتك الشهر ويكون يومك الساعة وتكون ساعتك الرماح. മുത്തുനബി ഇത് പഠിപ്പിക്കുന്നത് എന്താ? 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് പഠിപ്പിക്കുന്നു, ഖിയാമത്ത് നാൾ വരില്ല. അഥവാ എത്രത്തോളം സമയം അടുത്തടുത്തായി വരികയാണ്. അദ്ദേഹത്തിന്റെ ആശയം എന്താ? ഖിയാമത്ത് നാൾ വരുമ്പോ സമയമെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത് വരുന്നത് പോലെ ഫീൽ ചെയ്യുമെന്നാണ്. എത്രത്തോളം? ഒരു വർഷം ജീവിച്ചല്ലോ, ഒരു വർഷം തൊഴിൽ ചെയ്തല്ലോ, ഒരു വർഷം അമൽ ചെയ്തല്ലോ, ഒരു വർഷം യാത്ര ചെയ്തല്ലോ, ആ ഒരു വർഷം ചെയ്ത പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഒരു മാസം പോലെ അനുഭവപ്പെടുമെന്ന് ലോകത്തിന്റെ നേതാവ് ഖാതിമുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഒരു ദിവസം എന്നുള്ളത് ഒരു മണിക്കൂറിന്റെ ദൈർഘ്യമേ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. പിന്നെയോ ഒരു മണിക്കൂറോ ഒരു തീജ്വാല കത്തിജ്വലിച്ച് അസ്തമിക്കുന്നത് പോലെ അനുഭവപ്പെടുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നും അങ്ങനെ തന്നെയല്ലേ? ആ ഹബീബ് പറഞ്ഞ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിയില്ലേ? ഇന്ന് സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചോക്കണം. ഏപ്പിക്കാട്ടെന്ന് വഴന്നിട്ട് ഇങ്ങോട്ട് ശബ്ദം കേട്ടിക്കണമെങ്കിൽ ആ മോളിൽ വെച്ചത്രകളും ഇത്രയും ശാന്തമായിരുന്ന ആളുകൾ, ഇത്രയും ശാന്തമായിരുന്നു. മറ്റുള്ള കോലാഹലങ്ങളില്ല. കേൾവി ശക്തി കൂടുതലായിരുന്നു മനുഷ്യന്. ഇതെല്ലാം കുറഞ്ഞുപോയി. ആയുസ് കുറഞ്ഞു, കേൾവി ശക്തി കുറഞ്ഞു, ആരോഗ്യം കുറഞ്ഞു. എന്തേ കാരണം? മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തന്നെ. മാത്രമല്ല
ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹാഫിദ് റഹ്മത്തുള്ളാഹി അലൈഹി അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയുന്നു, ഈ ഹദീസ് രണ്ട് നിലയ്ക്ക് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഹാഫിദ് അസ്ഖലാനി റളിയല്ലാഹു പറയുന്നു, എന്താണ് ഈ പറഞ്ഞതിന്റെ സതുദ്ദേശം? എന്താ? സമയം ഒരിക്കലും നദിന്ന് മുൻകഴിഞ്ഞു പോകുന്നില്ല. വിധങ്ങൾ പറഞ്ഞ അതേ കാലത്തുള്ള അതേ സമയം ഇന്നുമുണ്ട്. സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഒരേ സമയത്താണ്. ചന്ദ്രൻ ഉദിക്കുന്ന ചന്ദ്രൻ അസ്തമിക്കുന്നതും ഒരേ സമയത്താണ്. അതിൽ മാറ്റം സംഭവിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഒരു വർഷം, ഒരു മാസത്തിന്റെ ദൈർഘ്യമായി നമുക്ക് അനുഭവപ്പെടുന്ന പറഞ്ഞത്? മഹാനായ ഹാഫിദ് റളിയല്ലാഹു അൻഹു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വൽ ഹഖ്ഖു അന്നൽ മുറാദു നസഉൽ ബർക്കാ. യാഥാർത്ഥ്യത്തിൽ അന്നൽ മുറാദ് ഈ സമയം കുറയുമെന്നതുകൊണ്ടുള്ള ഉദ്ദേശമുണ്ടല്ലോ, നസഉൽ ബർക്കാ, അതിലുള്ള ബർക്കത്തിനെ നീക്കം ചെയ്യപ്പെടുമെന്ന. അല്ലാഹുവിന്റെ ബർക്കത്ത് അതിലുണ്ടാകില്ല. മിൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ബർക്കത്ത് നീക്കം ചെയ്യപ്പെടും. മിൻ സമാൻ, സമയത്തിന്റെ ബർക്കത്തും നീക്കപ്പെടുമെന്നാണ്. എപ്പോ? വദാലിക മിൻ അദുലാദി ഖുർബിസ്സാ, ഖിയാമത്ത് നാൾ അടുത്താൽ, അന്ത്യനാൾ അടുത്താൽ അതിന്റെ അടയാളമാണിതെന്ന് മഹാനായ ഹാഫിദ് അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. ബർക്കത്ത് ഉണ്ടാവില്ല. കുടുംബം ഉണ്ടാവും, കുടുംബത്തിൽ ബർക്കത്തില്ല. ജോലി ഉണ്ടാവും, ജോലിയിൽ ബർക്കത്തില്ല. ആരോഗ്യമുണ്ട്, പക്ഷെ ആരോഗ്യത്തിൽ ബർക്കത്തില്ല. സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നിനും ഒരു ബർക്കത്തില്ലാത്ത അവസ്ഥ. അങ്ങനത്തെ രീതിയിലേക്കായിരിക്കും അന്ത്യനാൾ എത്തുമ്പോൾ എന്ന് 1300 വർഷങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവൻ ആലോചിച്ച് നോക്കുക. ഇന്ന് ആർക്കാ തൊഴിലില്ലാത്തവർ, ആർക്കാ കുടുംബമില്ലാത്തവർ, ആർക്കാ ആരോഗ്യമില്ലാത്തവർ, ആർക്കാ സൗകര്യങ്ങളില്ലാത്തവർ, പക്ഷേ ഒരു മപ്പിടിച്ച അവസ്ഥ. അങ്ങനെ നമ്മളൊക്കെ ജീവിതം. അതാണ് നഹവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. രണ്ടാമത്തെ വിശദീകരണമാണ് അൽ മുറാദ് ബി തഫ്സീർ അദമിൽ ബർക്കത ഫീ, ബി തഫ്സീർ ചുരുക്കപ്പെടുമെന്ന് തന്നെയാണ്. അദമൽ ബർക്കത ഫീ, ബർക്കത്ത് കുറയുകയും വഇന്നൽ യൗമ മദലൻ ബസീറാ, പണ്ട് ഒരു വർഷം ചെയ്തിരുന്നത് ഇന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്ന രീതിയിലേക്ക് മാറുമെന്ന് തന്നെയാണെന്ന് മഹാനായ നബവി റഹ്മത്തുള്ളാഹി അലൈഹി. പ്രിയമുള്ള മനുഷ്യ, പ്രിയമുള്ള ഉമ്മ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്, നമുക്ക് എല്ലാം ഉണ്ടാകും, പക്ഷേ ഒന്നിനും ഉപകാരപ്പെടാൻ കഴിയില്ല. നല്ല ജോലിയുണ്ട്, പക്ഷേ ടെൻഷനാണ്. നല്ല ബിസിനസ് ഉണ്ട്, പക്ഷേ ഒന്നും ശരിയാകുന്നില്ല. പല പല ബുദ്ധിമുട്ടുകളാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് പരമായ പേപ്പറുകൾ നീങ്ങാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. പല കോഴ്സുകളും പഠിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ഇങ്ങോട്ട് കരക്കെത്തുന്നില്ല. ഇന്ന് നമ്മുടെ മക്കളെയൊക്കെ SSLC റിസൾട്ട് വന്നു, മക്കൾക്ക് വലിയ സന്തോഷത്തിലാണ്. ഫുൾ A+ എത്രയോ മക്കളുണ്ട്, പക്ഷേ സ്കൂളുകളിൽ സീറ്റ് കിട്ടുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്, പല സ്കൂൾ വരാതെ കയറിയിരുന്നു, പല അലോട്ട്മെന്റുകളും നമ്മൾ അപ്ലൈ ചെയ്യുന്നു, പക്ഷേ ഒന്നും ഇങ്ങോട്ട് ശരിയാകുന്നില്ല. ഓരോരോ തടസ്സങ്ങളാണ്. പോലീസിന്റെ കേസ് വിടുമ്പോ അവിടെ തടസ്സങ്ങൾ, അങ്ങനെ പേപ്പർ വർക്കിൽ അവിടുത്തെ GST ഒരു വശത്ത്, ഇങ്ങനെ ശമ്പളം കിട്ടാതെ വേറെ വഴിയിൽ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട്, പക്ഷേ ഒന്നിനും ഒരു മനസ്സമാധാനം നമുക്ക് കിട്ടുന്നില്ല, ഒന്നിനും സമയം നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ പൂർവികര് കൂടുതൽ അകലമൊന്നും പോവേണ്ട. ഈ കാണുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള കാരണന്മാരുടെ ചെറുപ്പം എങ്ങനെയാണ്? പകലന്തിയോളം പാടത്ത് കൃഷിപ്പണിയെടുത്തിട്ടായാലും മക്കളെ പൂട്ടിയിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നില്ലേ? എത്ര വെയിൽ കൊണ്ടതാ, എത്ര മഴ കൊണ്ടതാ, പക്ഷേ നമ്മുടെ വീട്ടിൽ സമാധാനത്തിലുള്ള കുറവുമുണ്ടോ? ഒരു തുടുക്ക് മറുതുണിയില്ല. ഇന്ന് ഭക്ഷണമുണ്ടെങ്കിൽ നാളെ ഭക്ഷണമില്ല, പക്ഷേ നമുക്ക് സന്തോഷം കിട്ടിയിരുന്നില്ലേ ഉപ്പ? ഇന്ന് ഞങ്ങൾ
ഞങ്ങളെപ്പോൾ ചെറുപ്പക്കാർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ചെറുപ്പം മുതലേ സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. സഞ്ചരിക്കാൻ വാഹനമുണ്ട്, വിളിക്കാൻ മൊബൈലുകളുണ്ട്, ഭക്ഷണം കഴിക്കാൻ നല്ല ഇഷ്ടം പോലെ വിഭവങ്ങളുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച എല്ലാത്തിനെയും ബർക്കത്തിന് അല്ലാഹു എടുത്തു പറഞ്ഞു. ഒന്നും ഉണ്ട്, ഇതൊക്കെ ഇല്ലാതിരിക്കണം. മക്കളുണ്ട്, ഇതിനെക്കാട്ടും നല്ലത് മക്കൾ ഇല്ലാതിരിക്കുന്നു എന്ന രീതിയിലേക്ക് രക്ഷിതാക്കൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണം അല്ലാഹു അതിനുള്ള ബർക്കത്തുകളൊക്കെ നീക്കം ചെയ്തു എന്നാണ്. ജീവിതത്തിൽ സമയ ചുരുക്കം അനുഭവപ്പെടാം. ഏതായാലും സമയം ഓടിപ്പോകുമെന്ന് പണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ആലോചിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സമയം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, സമയം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കേവലം മിനിറ്റുകളല്ല നഷ്ടപ്പെടുന്നത്, കേവലം മണിക്കൂറുകളല്ല നഷ്ടപ്പെടുന്നത്, കേവലം ദിവസങ്ങളല്ല നഷ്ടപ്പെടുന്നത്. മറിച്ചോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാന്റെ ഗർഭപാത്രത്തില് 4 മാസം 10 ദിവസവുമായപ്പോ നമുക്ക് റൂഹ് ഊതിയിട്ടില്ലേ? അന്ന് നീ എന്ന് മരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? നീ എവിടെയെല്ലാം എത്തിപ്പെടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, എന്തെല്ലാം തൊഴിലുകൾ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ മരണത്തിലേക്കുള്ള ദിവസങ്ങളാണ് കടന്നു നീങ്ങുന്നത്, ആ മരണത്തിലേക്കുള്ള മിനിറ്റുകളാണ് നടന്നു നീങ്ങുന്നത്, ആ മരണത്തിലേക്കുള്ള മണിക്കൂറുകളാണ് കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അല്ലാഹു നമുക്ക് കണക്കാക്കിയതായ ആയുസ്സാണ്, വിലപ്പെട്ട ജീവിതം തന്നെയാകുന്നു ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ മാനവാ, കഴിഞ്ഞത് കഴിഞ്ഞു. സമയം ഓടിത്തീരുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. വാച്ചിന്റെ ക്ലോക്കിൽ സൂചി കറങ്ങുന്നതനുസരിച്ച് നാം മരണത്തിലേക്ക് അടുക്കുകയാണ്. അഥവാ സൂചിയുടെ വേഗതയിലാണ് നാം നമ്മുടെ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയതായ സമയമുണ്ടല്ലോ, അത് പാഴാക്കി കളയണ്ട. നമുക്ക് ലഭ്യമായ സൗകര്യങ്ങളുണ്ടല്ലോ, അത് പാഴാക്കി കളയണ്ട. നമുക്ക് കിട്ടിയ കുടുംബമുണ്ടല്ലോ, അതും പാഴാക്കി കളയണ്ട. നമുക്ക് കിട്ടിയ മക്കളുണ്ടല്ലോ, അതും പാഴാക്കി കളയല്ല. നമുക്ക് കിട്ടിയ അയൽവാസികളുണ്ടല്ലോ, അതും പാഴാക്കി കളയല്ല. നമുക്ക് കിട്ടിയ പള്ളിയുണ്ടല്ലോ, അതും പാഴാക്കി കളയല്ല. നമുക്ക് കിട്ടിയ മദ്രസയുണ്ടല്ലോ, അതും പാഴാക്കി കളയല്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടോ അതൊക്കെയും അനുഗ്രഹമാണ്, അത് പാഴാക്കി കളഞ്ഞുകൂടാ. നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമെല്ലാം നാളെ ആഖിറ വിജയത്തിന് വേണ്ടിയാണ്. നമ്മുടെ ആഖിറയുമായി ബന്ധപ്പെടാത്ത ഒന്നുമേ അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. നമുക്കൊരു മശക്കത്ത് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പ്രയാസം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ആപത്ത് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വിഷമം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സങ്കടം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ, എല്ലാം നാളെ ആഖിറത്തിലേക്കുള്ള വളമാണ്. ഈ ദുനിയാവുണ്ടല്ലോ, അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് നാളെ ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. നമ്മളെ പാടത്ത് കവുങ്ങും നെല്ലും മറ്റുള്ള പൂളയും മറ്റുള്ളതൊക്കെ കൃഷി ചെയ്യുമ്പോ ദുനിയാവിലേക്ക് നമുക്ക് കൃഷിയായി നൽകി തന്നതാണ് ഈ കാണുന്ന അനുഗ്രഹങ്ങളൊക്കെയും. അയൽവാസി നമുക്കുള്ള കൃഷിയാണ്, മക്കൾ നമുക്കുള്ള കൃഷിയാണ്, ആരോഗ്യം നമുക്കുള്ള കൃഷിയാണ്, സമ്പത്ത് നമുക്കുള്ള കൃഷിയാണ്, നാളെ ആഖിറത്തിലേക്കുള്ള കൃഷിയാണ്. അത് വിളവെടുക്കേണ്ട കോലത്തിൽ, വിളവെടുക്കേണ്ട രൂപത്തിൽ അത് വിളവെടുക്കാൻ നമ്മൾ സന്നദ്ധരാവണം. ഇല്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ വിരുത് കളിക്കേണ്ട അവസ്ഥ വരും കേട്ടോ. കാരണം ഇന്ന് കിട്ടിയ അവസരം നാളെ കിട്ടിക്കൊള്ളണമെന്നില്ല, ഇന്ന് കിട്ടിയ സമയം നാളെ കിട്ടിക്കൊള്ളണമെന്നില്ല. സമയത്തിന്റെ ഒരു പ്രത്യേകതയാണത്, പോയാൽ പിന്നെ തിരിച്ചു കിട്ടൂല. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അമൂല്യമായ ഒന്നാണ് അല്ലാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയ സമയം എന്നുള്ളത്. എന്താ സമയത്തിന്റെ പ്രത്യേകത ആലോചിച്ച് നോക്കാണ്. ഇന്ന് ജനിച്ചു വീണ ഒരു പിഞ്ചു പൈതൽ ഇന്ന് നമ്മുടെ വാർഡ് നേതൃത്വം നൽകുന്ന വാർഡ് മെമ്പർ, അതല്ലെങ്കിൽ വാർഡിനെ
സമന്വയിപ്പിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഈ മഹലിന്റെ പ്രസിഡന്റ്, വേണ്ട നമ്മളുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രസിഡന്റ്, വേണ്ട ഈ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ആവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളാവട്ടെ, തുപ്പത്തൊട്ടിയിൽ മാറുന്ന പിച്ചക്കാരനാവട്ടെ, എല്ലായും ഈ ലോകത്തുള്ള മനുഷ്യർക്ക് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആളുകൾ പല അനുഗ്രഹമാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് കിട്ടിയ അനുഗ്രഹാവൂല മാനുസ്ഥാനം കിട്ടിയിരിക്കുക, ആ അനുഗ്രഹാവൂല സലീമാസ്ഥാനം ഉണ്ടാക്കുക, ആ അനുഗ്രഹാവൂല നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാക്കുക. പലർക്കും പല അനുഗ്രഹമായിരിക്കും. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടിയ അനുഗ്രഹം അത് അസ്സാഅത്തു ടൈമാണ്, സമയമാണ്. എല്ലാവർക്കും ഒരുപോലെയാണ്. ഞാനൊരു മൂലയരായതുകൊണ്ട് എനിക്കൊരു ദിവസം 25 മണിക്കൂർ പഠിച്ചാൽ വിളിച്ചു തന്നിട്ടില്ല. അല്ലെങ്കിൽ പാടത്ത് പണിയെടുക്കുന്ന ആള് കുറച്ച് കൂടുതൽ കഷ്ടപ്പെടണമെന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് 20 മണിക്കൂർ മതി പഠിച്ചാൽ തീരുമാനിച്ചിട്ടില്ല. എല്ലാവർക്കും ഒരുപോലെയാണ്. എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിട്ടുള്ളത് ഒരു അനുഗ്രഹം എന്നുള്ളത് സമയമാണ്. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മ, പ്രിയമുള്ള യുവാക്കളോട് നിങ്ങളോട് ഉണർത്താനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖനീന് നൽകിയ ഈ അനുഗ്രഹം നമ്മൾ പാഴാക്കി കളയാണ്, നഷ്ടപ്പെടുത്തി കളയാണ്. നമുക്ക് കിട്ടുന്ന അവസരമാണ്. പ്രത്യേകിച്ച് യുവാവ് എന്ന് പറയുമ്പോൾ ആ യുവാക്കൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഇവിടെയൊക്കെ പരിചയപ്പെടുത്തി റബ്ബീഉൽ അവ്വലൊക്കെ വന്നാൽ യുവാക്കൾ വളരെ ആക്റ്റീവായിട്ട് എല്ലാത്തിനും മുമ്പിലുണ്ടാകുമെന്ന് പറയുന്നു. ആ യുവാക്കളോട് പുലർത്താനുള്ളത്, റബ്ബീഉൽ അവ്വൽ വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ, എന്നാൽ പള്ളിയിൽ 5 നേരവും പാടുന്നുണ്ട്, 5 നേരം വിളിച്ചു പറയുന്നുണ്ട്, ഹയ്യാ അലസ്സലാഹ്, ഹയ്യാ അൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, നിസ്കരിക്കാൻ വരൂ എന്ന് പാവപ്പെട്ട മുഅദ്ദിൻ ഉസ്താദ് വിളിച്ചു പറയും. ഓടിയെത്തണം നിങ്ങൾ, ഓടിയെടുക്കണം നിങ്ങൾ. കാരണം നാളെ ഞാനാണോ നിങ്ങളാണോ ആദ്യം ഈ ലോകത്തിന് വിട പറയുന്നറിയില്ല. അള്ളാഹുവിനെ ഓർക്കുന്നവരാവണം നമ്മൾ, അള്ളാഹുവിന്റെ അർശിന്റെ താഴെ ലഭ്യമാകുന്നവരാവണം നമ്മൾ. കാരണം തിരിച്ചു പിടിക്കാൻ കഴിയില്ല, മറ്റെന്തും തിരിച്ചു പിടിക്കാം. നമ്മുടെ എക്സാം എഴുതി പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു തോറ്റുപോയി, സങ്കടപ്പെടേണ്ട, വീണ്ടും എഴുതാം, വീണ്ടും ജയിക്കാം. ഒരു ബിസിനസ് നടത്തി പൊളിഞ്ഞു, പാളീസായി, വീണ്ടും നമുക്ക് ഒരു ചെറിയ പിടിവള്ളി മതി, പിടിച്ചു കയറി ആ ബിസിനസ് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്തിനധികം പറയുന്നു, നമ്മളെ മക്കൾ, ആ മക്കൾ, ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ നമുക്കുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മകൾ നമ്മളിൽ നിന്ന് അകന്നുപോയി, ഏതെങ്കിലും കാര്യം തിരിച്ചു വന്നേക്കാം. അങ്ങനെ പലതും. ഒരു മകൻ മരിച്ചു, വേറെ അതിന് പകരമായി പടച്ചും വേറെ എന്തെങ്കിലും സംവിധാനം നമുക്ക് നൽകിയേക്കാം. പലതും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. പക്ഷേ നഷ്ടപ്പെട്ട സമയം അതൊരിക്കലും. ഇന്നിപ്പോ നമുക്ക് 40 വയസ്സാണെങ്കിൽ ഇനിയിപ്പോ കുറച്ച് എന്തെങ്കിലും പരീക്ഷ ചെയ്യാൻ 35 വയസ്സാക്കാൻ പറ്റുമോ? കഴിയൂല. എല്ലാവർക്കും ഒരുപോലെ അല്ലാഹു നൽകുന്ന ഈ സമയം, ആ സമയം വിനിയോഗപ്പെടുത്താൻ നമ്മൾ സന്നദ്ധരാവണം. മറ്റു പലതും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യമാകും. വിദ്യയാവട്ടെ, സമ്പത്താവട്ടെ, തൊഴിലാവട്ടെ, അധികാരമാവട്ടെ, പദവിയാവട്ടെ, ഇതെല്ലാം നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ സമയം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയില്ല കേട്ടോ. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ മി യൗമി യഅതി അലാ ഇബ്നി ആദമ, ലൈസ മിൻ യൗമിൻ, ഒരു ദിവസവും ഇല്ല, യഅതിയത് വരൂല കേട്ടോ, അലാ ഇബ്നി ആദമ, ഇബ്നി ആദമായ മനുഷ്യൻ ഒരു ദിവസവും വരൂല. ഏതുപോലെ ഇല്ല യുനാദി ഫീഹി, ഓരോ ദിവസവും നമ്മളോട് സുബഹിക്ക് നമ്മളോട് വിളിച്ചു പറയുമത്രേ. എന്താണ് വിളിച്ചു പറയുക? യാ ഇബ്നി ആദമ അന ഖൽഖുൻ ജദീദ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നല്ലവണ്ണം ശ്രദ്ധിച്ചു കേട്ടോ. നമ്മുടെ ഓരോ ദിവസം പ്രഭാതമായാലും ആ ദിവസം നമ്മളോട് വിളിച്ചു പറയും, ആ ദിവസം നമ്മളോട് വിളിച്ചു പറയും, ആ ദിവസം നമ്മളോട് ഇങ്ങനെ പറയുകയാണ്. എന്താ പറയുന്നത്? അന ഖൽഖുൻ ജദീദ്, ഞാൻ പുതിയൊരു സൃഷ്ടിയാണ്, ഞാൻ പുതിയൊരു ദിവസമാണ്. അന ഫീമാ തഅമലു അലൈക, ഈ ദിവസത്തിൽ നീ എന്ത് ചെയ്തോ ആ ചെയ്തതിന് മുഴുവനും ഷഹീദ്, നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ സാക്ഷിയാണ് കേട്ടോ. അതുകൊണ്ട് ഈ
ദിനത്തിൽ നീ നന്മകൾ ചെയ്തോ, അശ്ഹദു ലക ബിഹി ഗദാ, എന്നാൽ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഇത് ഞാൻ നിനക്ക് വേണ്ടി സാക്ഷി പറയാം കേട്ടോ. തീർച്ചയായും ഞാനുണ്ടല്ലോ, ഈ ദിവസമുണ്ടല്ലോ, ഞാൻ ഇന്ന് കഴിഞ്ഞു പോയാൽ, ഇന്നത്തെ സൂര്യൻ അസ്തമിച്ചാൽ, ലം യസിനി അബദാ, ഒരിക്കലും പിന്നെ നിനക്ക് ലം തറനി അബദാ, എന്നെ കാണാൻ കഴിയൂല കേട്ടോ. ഇന്ന് ഞാനങ്ങ് പോയതാണ്, പിന്നെ ഞാൻ വരൂല. അതുകൊണ്ട് നീ ഇന്ന് നന്മ ചെയ്തോ. ഫമയഅമൽ മിദ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ, വമയഅമൽ മിദ്ഖാല ദർറത്തിൻ ശർറൻ യറാ. നിന്റെ ജീവിതത്തിൽ ഒരു അണുമണി തൂക്കം, ഒരു ചെറിയ ഒരു ഉംറുമിന്റെ അത്ര നന്മ നീ ചെയ്താൽ അത് നാളെ നിന്റെ കബറിൽ ഉണ്ടാകും കേട്ടോ. അത് നിന്റെ നന്മയുടെ ഭാഗത്ത് രേഖപ്പെടുത്തി വെക്കും. ഒരു അണുവിന്റെ തൂക്കം തിന്മ, ഒരു ചെറിയ ഉറുമ്പിന്റെ അത്ര, ചെറിയൊരു പ്രാണിന്റെ അത്ര തിന്മ നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അതും നിന്റെ അക്കൗണ്ടിൽ സേവാണ് കേട്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ജീവിതത്തിന്റെ സമയം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞവരാണ് എന്ന ബോധത്തോടെ ജീവിക്കണം. ആ സമയം കഴിഞ്ഞാൽ പോവേണ്ടവരാണ് എന്നുള്ള ബോധം നമുക്ക് വേണം. അല്ലാത്ത പക്ഷം പെടുന്ന സമയം അങ്ങ് അവസാനിക്കും, പിന്നീട് വിലപിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നമ്മളതാ റോഡിലൂടെ ബൈക്കിലൂടെ ഹെൽമെറ്റ് ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോ ആ പൊട്ടിയെടുത്താണ് ഗ്രൗണ്ടിന്റെ അവിടെ വെച്ചിട്ട് ഒരു പോലീസ് വണ്ടി നിർത്തി കൈ കാണിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ പറയുന്നു, സാറേ പ്ലീസ്, ഞാനിതാ എന്നും ഹെൽമെറ്റ് വെക്കാറുണ്ട്, ഇന്ന് മാത്രമേ വെക്കാത്തതുള്ളൂ എന്ന് നമ്മളെങ്ങനെ വിലപിക്കാറില്ലേ? ആ സമയത്തും ആ ജീപ്പിന്റെ ബോണറ്റ് വെച്ചുകൊണ്ട് ഒരു പോലീസ് അതാ നമുക്കുള്ള ഫൈൻ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഇത് ദിവസത്തിൽ ഒരാളിൽ നിന്നല്ല, 100 ആളിൽ നിന്ന് ഈ പല്ലവി ആ പോലീസുകാരൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതവർക്ക് വില പോവാറില്ലല്ലോ. അതുപോലെ തന്നെ സമയമായാൽ പിന്നീട് വിലപിച്ചിട്ട് കാര്യമില്ല. പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, സൂറത്തുൽ മുഅ്മിനൂനിലെ 99ാമത്തെ ആയത്താണ്. ഹത്താ ഇദാ ജാ അഹദുൽ മൗത്ത്, ഒരാൾക്ക് മരണം വന്നു കഴിഞ്ഞാൽ അവൻ പറയുമത്രേ, എന്നെ ഒന്ന് മടക്കിയെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാം, ഞാൻ പള്ളിയിൽ പോവാം, ജമാഅത്തിൽ പങ്കെടുക്കാം, ഒരു വഖ്ത് പോലും ഖദാ ആകാതെ നിസ്കരിക്കാം, എന്റെ ഉമ്മയെ പൊന്നുപോലെ നോക്കാം, എന്റെ വാപ്പയെ പൊന്നുപോലെ പരിചരിക്കാം, എന്റെ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടും നാം ചെയ്യൂല, എനിക്ക് കുറച്ച് സമയമെന്ന് അനുവദിച്ചു തരണമെന്ന് പറയുമ്പോ അവൻ നഷ്ടപ്പെടുത്തിയതായ ആ സമയമെന്ന് തിരിച്ചു തരണമെന്ന് പറയുമത്രേ. കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഈ പല്ലവി ലോകാരംഭം മുതലേ മലക്കുൽ അസ്റായിൽ കേൾക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് അതവിടെ വില പോകൂല കേട്ടോ. സമയമായാൽ ഭവനം പിന്നീട് തിരിച്ചു വരാൻ കഴിയൂല. അതുകൊണ്ട് ദുനിയാവിന്റെയോ ആഖിറത്തിന്റെയോ നന്മകൾ നാം സമയം വിനിയോഗിക്കണം. ചുരുങ്ങിയ പക്ഷം തിന്മകൾ ഉപേക്ഷിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നന്മ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, തിന്മ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. നന്മയേക്കാൾ തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് മുമ്പിലുള്ളത്. അതെല്ലാം വിട്ടുനിന്നുകൊണ്ട് കഴിവിന്റെ പരമാവധി അല്ലാഹുവിന്റെ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങൾ കാണിച്ചു തന്നിട്ടില്ലേ? ഏവർക്കും മാതൃകയാക്കാൻ പറ്റിയ അവിടുത്തെ ജീവിതം അങ്ങനെ ആയിരുന്നില്ലേ? നബി തങ്ങൾക്ക് ഒരു അയൽവാസി ഉണ്ടായിരുന്നല്ലോ, കാഫിറായ അയൽവാസിയായിരുന്നു. വീട് വിൽക്കാൻ വേണ്ടി നിന്നപ്പോ അവിടുന്ന് പറഞ്ഞു, സാധാരണ അന്നത്തെ മാർക്കറ്റ് വില ഒരു വീടിന് 1000 ദിനാറാണ്. പക്ഷേ നബി തങ്ങളുടെ ആ അയൽവാസി ആ വീട് വിൽക്കുന്നത് 2000 ദിർഹമിനാണ്.
അത് ഹിന്ദുധർമ്മനോ സംശയമാണ്. ഏതായിരുന്നാലും ഇരട്ടി വിലക്കാണ് വിൽക്കുന്നത്. ആ സമയത്ത് ആ മനുഷ്യനോട് ചോദിച്ചല്ലോ, എന്താണ് നിന്റെ വീടിന് എല്ലാ വീടിനെക്കാട്ടിലും ഇരട്ടി വിലയാണല്ലോ എന്ന് ചോദിച്ചപ്പോ ആ കാഫിറായ മനുഷ്യൻ പറഞ്ഞില്ലേ, വിശ്വാസി പോലുമില്ലാത്ത മനുഷ്യൻ പറഞ്ഞില്ലേ, ഇതിന്റെ പകുതി വില എന്റെ അയൽവാസിക്കുള്ള വിലയാണ്. ആർക്കും മാതൃയാക്കാൻ പറ്റുന്ന വ്യക്തിജീവിതമായിരുന്നല്ലേ നമ്മുടെ കരളിന്റെ കഷ്ടമായ തങ്ങൾക്ക്. ആ നബിയോട് മുഹബ്ബത്ത് നമുക്ക് നഷ്ടപ്പെട്ടു. ആ നബിയോടുള്ള മുഹബ്ബത്ത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നെൻപിഴവയിലേക്ക് അടുക്കാൻ നമുക്ക് സാധ്യമാവാത്തത്. നമ്മളൊരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിലോ, നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി അതല്ലെങ്കിൽ അവനിക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാൻ നമ്മൾ സന്നദ്ധരാവാറില്ലേ? ഏത് തിരക്കിനിടയിലും അവരടുത്തെത്താൻ നമ്മൾ സമയം കണ്ടെത്താറില്ലേ? ഏത് തിരക്കിലും അവരോട് സംവദിക്കാൻ സമയം കണ്ടെത്താറില്ലേ? അത് വിവാഹം കഴിഞ്ഞതാവട്ടെ അല്ലാതാവട്ടെ, അത് എന്തുകൊണ്ടാണ്? അത്രത്തോളം മനസ്സുമായിട്ട് തഴല്ലുണ്ടായതല്ലേ. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചില്ലേ, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസ് അജ്മഈൻ. നിന്റെ മക്കളാവട്ടെ, നിന്റെ മാതാപിതാക്കളാവട്ടെ, നിന്റെ അയൽവാസികളാവട്ടെ, നിന്റെ സഹധർമ്മിണിയാവട്ടെ, നിന്റെ കൂട്ടുകാരാവട്ടെ, എല്ലാത്തിനെക്കാട്ടും നിന്റെ ഹബീബിനെ നീ പ്രിയം വെച്ചിട്ടില്ലെങ്കിൽ നീ പരിപൂർണ്ണ മുഅ്മിനല്ല എന്ന് പഠിപ്പിച്ചത് നമ്മുടെ ഹബീബല്ലേ. ആ ഹബീബിനോടുള്ള പ്രിയം നമുക്ക് വേണ്ടേ? ആ ഹബീബിനോടുള്ള ഇഷ്ടം നമുക്ക് വേണ്ടേ? പ്രിയമുള്ളവർ, റബീഉൽ അവ്വൽ മാത്രം വരുമ്പോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഹബീബിന്റെ പ്രിയം കിട്ടൂല. മറിച്ചോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, അവിടുന്ന് പകർത്താൻ പറഞ്ഞതില്ലേ, ഒഴിവാക്കാൻ പറഞ്ഞതില്ലേ, അത് അല്പമെങ്കിലും പൂർണ്ണമായി നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മളാരും മുഹ്സിനീങ്ങളല്ലല്ലോ, പാപമംഗലമായ ഹൃദയമായി ജീവിക്കുന്നവരാണ്. എന്നിരുന്നാലും ഒരു ദിവസത്തിൽ ഒരു നന്മയെങ്കിലും ചെയ്യാൻ, ഹബീബിനോടുള്ള പ്രിയം കാരണം ഒരു തെറ്റെങ്കിലും ഒഴിവാക്കാൻ നമ്മളൊന്ന് സന്നദ്ധത കാണിച്ചാൽ നാളെ മഹ്ശറയിൽ സഹീലിന്റെ കൊടുംചൂടിൽ അർശിന്റെ ദുർലഭ്യമാകുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമാകും കേട്ടോ. അതിനുള്ള മാർഗമാണ് നമ്മുടെ മുമ്പിലുള്ള ഈ പള്ളി, അതിനുള്ള മാർഗമാണ്. അതിനുള്ള മാർഗമാണ് നമ്മുടെ ഈ മദ്രസ, അതിനുള്ള മാർഗമാണ്. അത് വേണ്ട രൂപത്തിൽ വിനിയോഗിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഞെട്ടിപ്പരത്തി പറയുകയല്ല. ഞാൻ ആദ്യമായിട്ട് ഓതി വെച്ച ഹദീസുണ്ട്, അതുകൂടെ പറഞ്ഞാൽ എന്റെ വാക്കുകൾക്ക് വിരാമിടും ഇൻഷാ അല്ലാഹ്. എന്താണെന്നറിയുമോ? അതിന്റെ വിഷയം എന്താണെന്നറിയുമോ? നമ്മൾ കുറെ കാലം ജീവിച്ചല്ലോ, കുറെ കാലം നിസ്കരിച്ചല്ലോ, കുറെ കാലം നന്മകൾ ചെയ്തല്ലോ, കുറെ നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഹിസാബിന് വേണ്ടി ഒരു നൃത്തം നിൽക്കാനുണ്ട്. സഹിയില്ലാത്ത ചൂടില് സൂര്യനതാ ഒരു ചാണകൾ കത്തിച്ചൊരിച്ച് നിൽക്കുന്ന സമയത്ത് 7 വിഭാഗം ആളുകളുണ്ട്. അവർക്ക് ആ വെയിലില്ല, ആ ചൂടില്ല, അവർ റസൂലുള്ളാഹിന്റെ പതാക കീഴിലാണ്, അവരത് അർശിന്റെ തണലിലാണ്. ആ അർശിന്റെ തണലില് കിട്ടുന്ന 7 വിഭാഗക്കാരിൽ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിൽ 7 വിഭാഗത്തിൽ പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരാരൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ എന്റെ പ്രഭാഷണത്തിന് പരിസമാപ്തി കൊടുക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. നമുക്ക് ലേലം ചെയ്യാൻ സംഭാവന വായിക്കാനുണ്ട്, 2 കോഴി ലേലം ചെയ്യാനുണ്ട്. കൂടി കഴിഞ്ഞിട്ട് ഒറ്റ ഹദീസിനെ പറഞ്ഞിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടി പിരിയും. ദുആ ചെയ്ത് നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ദുആ നമുക്ക് പിരിയണം ഇൻഷാ അല്ലാഹ്. ഇന്ന് 11 മണി നമ്മൾ സമയം പറഞ്ഞത് ഇൻഷാ അല്ലാഹ് 11 മണി 11:15 ഇൻഷാ അല്ലാഹ് പിരിഞ്ഞു പോകാം. നാളെ എല്ലാവരും ഉണ്ടാവുമാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇന്ന് സംഭാവന വാഗ്ദത്തം ചെയ്യുന്നത് പേരാണ് ഇവിടെ വായിക്കുന്നത്. ഒന്ന് കരിമ്പിൽ മുഹമ്മദ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ, പേർക്കുത്ത് കുഞ്ഞലവി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ,
മൂത്താലി മൊല്ലാക്ക കുടുംബങ്ങളുടെ പേരിൽ പ്രത്യേകം മരണപ്പെട്ട കുടുംബങ്ങളുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 1001 രൂപ. KM സുലൈമാൻ മരണപ്പെട്ട കുടുംബങ്ങളുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 1001 രൂപ. പേർക്കുത്ത് നാസർ നിസാമി മരണപ്പെട്ട ഉപ്പ, അമ്മായിമ്മ, അമ്മോഷൻ എന്നിവരുടെയും മറ്റു കുടുംബങ്ങളുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 1001 രൂപ. പൂളത്ത് മുഹമ്മദ് മരണപ്പെട്ട ഉമ്മ, മറ്റു കുടുംബങ്ങളുടെ പേരിൽ ദുആ ചെയ്യാൻ